Hello friends, welcome to SAT Center Institution Center നടത്തുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 11 അക്കൗണ്ടൻസി ചാപ്റ്ററുമാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പാർട്ട് 10 ആണ് ക്വസ്റ്റ്യൻസ് പാർട്ട് 2. നമ്മൾ പാർട്ട് 8 ക്വസ്റ്റ്യൻസ് 24 വരെ നോക്കിയായിരുന്നു. ചെറിയ ക്വസ്റ്റ്യൻസ് 1 വേർഡോ അല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു മാർക്കിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ, അതായത് ഒരു 83 ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ അവർ ഓൺലൈൻ ട്യൂഷൻ ഫോർ മോർ വീഡിയോസ്. ചാപ്റ്റർ 2, 3 വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനിൽ ചേരുക. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് 9747977741. അതിനകത്തേക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ അതിന്റെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പാർട്ട് 10 ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ, 24 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 8 എന്താണ് ഡിസ്കസ് ചെയ്താണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിന്റെ ലിങ്ക് ഇതിന്റെ ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഡിഫൈൻ എ ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് എക്കണോമിക് കൺസിഡറേഷൻ. വാട്ട് യു മീൻ ബൈ കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലമാണ്. ഇപ്പൊ ഞാനൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു കഴിഞ്ഞാല് അയാൾക്ക് കിട്ടുന്നത് ഒരു 10 രൂപയാണ് ചായയുടെ. അത് അയാൾക്കുള്ള പ്രതിഫലം. എനിക്കുള്ള പ്രതിഫലം എന്താ? എനിക്ക് ചായ കുടിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ ചായയിൽ ഒരു ഈച്ചത്തുടപ്പുണ്ടെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചായയുടെ കാശ് കൊടുക്കില്ല. അപ്പൊ അയാൾക്കും കൺസിഡറേഷൻ ഇല്ല, എനിക്കും കൺസിഡറേഷൻ ഇല്ല. സോ കൺസിഡറേഷൻ മീൻസ് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അത്തരത്തിലുള്ള കൈമാറ്റങ്ങളാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആര് തമ്മിലെ? 2 പാർട്ടീസ്, 2 വ്യക്തികൾ തമ്മിലോ 2 സ്ഥാപനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സ്ഥാപനം തമ്മിലോ ഒക്കെ ആവാം. ബിസിനസ് ട്രാൻസാക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വേണം, അല്ലാതെ നമ്മൾക്ക് ചാരിറ്റി കൊടുക്കുന്നു, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. വാട്ട് ഈസ് മീൻ ബൈ എ വൗച്ചർ? വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിഡൻസ് ആണ്. നമ്മൾ ക്യാഷ് കൊടുത്തു വാങ്ങി എന്നുള്ളതിനൊക്കെ ഒരു എവിഡൻസ് ആണ്. എ വൗച്ചർ ഈസ് ആൻ എവിഡൻസ് ഇൻ റൈറ്റിംഗ്. അതിനകത്ത് എഴുതും ഓഫ് എ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ്. ഒരു ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളതിനുള്ള ഒരു എന്താണ് പറയുന്നത്, ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഒരു അർച്ചന നടത്തി. അപ്പൊ നമുക്കൊരു പേപ്പർ തരുന്നു, നമ്മൾ അതിനകത്ത് ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ടിക്കറ്റ് എടുത്തു അല്ലെ, നമ്മള് ടിക്കറ്റ് എടുത്തപ്പോ നമുക്കൊരു ടിക്കറ്റ് എടുത്ത് തരാണ്. കാരണം എന്തിനാ? ഇത് നമുക്കൊരു എവിഡൻസ് ആണ് നമ്മൾ പൈസ അടച്ചു എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ക്യാഷ് ഇപ്പോ നിങ്ങളൊരു കാർ വാങ്ങിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒരു കമ്പനി ചെയ്യണം. അവിടെ ചെന്ന് നിങ്ങൾ കാറിന്റെ പൈസ അടച്ചു. അപ്പൊ അവര് നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും എന്നറിയാമോ? റെസിപ്റ്റ് ആയിരിക്കും. നിങ്ങൾ പൈസ അടച്ചു എന്നുള്ളതിന്റെ റെസിപ്റ്റ് തരും. നേരെ മറിച്ച് ആ സ്ഥാപനത്തിലെ തന്നെ മാനേജർ പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റിന്റെ പൈസ വാങ്ങിച്ചു എന്നായിരിക്കും. അപ്പോ റെസിപ്റ്റ് അല്ലല്ലോ കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്നത് ഒരു വൗച്ചറാണ്. അതിനകത്ത് എഴുതി കൊടുക്കും, മാനേജറിന്റെ പേര് എഴുതി ഇത്ര രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒപ്പിടും. മനസ്സിലായോ? എന്തിനാണ്? മാനേജർക്ക് പൈസ കൊടുത്തതിന് ഒരു തെളിവ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ വൗച്ചർ. ക്യാഷ് മെമ്മോ ഒരു വൗച്ചറിന് എക്സാമ്പിൾ ആണ്. ഡിഫൈൻ ദ ടേം അസറ്റ്സ്. അസറ്റ്സ് എന്നാൽ എന്താണ്? അസറ്റ്സ് ആർ ദ വാല്യുബിൾ തിങ്സ് ഓൺഡ് ബൈ എ ബിസിനസ്. ബിസിനസിന് സ്വന്തമായിട്ടുള്ള വിലയുള്ള വസ്തുക്കളാണ് അസറ്റ്സ്. കിട്ടാനുള്ളതും കയ്യിലുള്ളതും അസറ്റാണ്. ബിസിനസ് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അസറ്റാണ്. അതിൽ ആരെങ്കിലും ബിസിനസ് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അതും അസറ്റാണ്. സോ അസറ്റ്സ് ആർ പ്രോപ്പർട്ടീസ് ആൻഡ് റിസോഴ്സസ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, അങ്ങനെ. റിസോഴ്സസ് നമുക്ക് കിട്ടാൻ വകുപ്പുള്ള മേഖലകൾ. അതായത് ഇപ്പോ നമുക്ക് കുറച്ച് പേര് നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ട് പൈസ തരാനുണ്ട്. അതൊക്കെ നമ്മുടെ റിസോഴ്സസ് ആണ്. ദാറ്റ്സ് ആർ ഓൺഡ് ബൈ ആൻ എന്റർപ്രൈസ്. ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനത്തിന് സ്വന്തമായിട്ടുള്ള എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസും റിസോഴ്സസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. ഉണ്ടാവുന്ന എപ്പോഴാണ്? അത് അതിന്റെ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ, അതിന്റെ ആക്ടിവിറ്റീസ് നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസറ്റുകൾ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെൻഷൻ 2 ടൈപ്സ് ഓഫ് അസറ്റ്സ്. 2 തരത്തിലുള്ള അസറ്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും. ഫിക്സഡ് അസറ്റിന്റെ മറ്റൊരു പേരാണ് നോൺ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് അല്ലാത്തവ നോൺ കറന്റ് അസറ്റ്. നമ്മൾ രണ്ടായിട്ട് പറയുമ്പോൾ നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറയണം. കാരണം ഫിക്സഡ് അസറ്റ് മാത്രമല്ല ഉള്ളത്. അസറ്റ്സിന് നമുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കറന്റ് അസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫിക്സഡ് അസറ്റ് ഉണ്ട്, വേസ്റ്റിംഗ് അസറ്റ് ഉണ്ട്, ഫിക്റ്റേഷ്യസ് അസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഇത്രയും പറയാം. ഇതിനകത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് കണ്ണോട്ട് കാണാൻ പറ്റാത്തത്, ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, സൽപ്പേര്, പേയ്മെന്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഒക്കെ തന്നെയാണ്, നമുക്ക് കണ്ണോട്ട് കാണാൻ പറ്റുന്നത്, തൊടാൻ പറ്റുന്നത്.
പിന്നെ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് താഴെ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം. ഫിക്സഡ് അസറ്റ് ഒരു വർഷത്തിന് മീതെ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകൾ. ഇനി വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ ചില അസറ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഇപ്പൊ മണല് നമ്മൾ ചിലപ്പോൾ കുഴിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലം പോയി. അപ്പൊ അതാണ് വേസ്റ്റിംഗ് അസറ്റ്. ഇനി ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ചിലത് ചിലവാകും. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി എക്സ്പെൻസ് ഒരുപാട് പൈസ മുടക്കും. ആ പൈസ നമ്മളുടെ എന്താണ് ചെലവാണ്, പക്ഷെ നമ്മൾ അസറ്റ് ആയിട്ട് കരുതും. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു. ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഓട്ടോന് പോകുന്നു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നു, സ്ഥലം അടിപൊളിയാക്കി. എന്നിട്ട് നിങ്ങൾ അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെലവാക്കിയ പൈസയും കൂടി അതിന്റെ വിൽപ്പനയിൽ ആ സെയിലിന്റെ പ്രൈസിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയാണ് അത് ഇപ്പോഴത്തെ ലെവലാക്കിയത്. അത് പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന പൈസയാണ്. അത് നിങ്ങളുടെ അസറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂല് ആഡ് ചെയ്യാം. സോ അത്തരം അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. പിന്നീട് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന ഒന്ന് കറന്റ് അസറ്റ്, മറ്റേത് കറന്റ് അസറ്റ് അല്ലാത്തവ, നോൺ കറന്റ് അസറ്റ്. ക്ലിയർ? വാട്ട് ഈസ് മീൻ ബൈ ഫിക്സഡ് അസറ്റ്? Fixed assets are assets which provide benefit for a long time, that is more than 1 year. ഒരു വർഷത്തിൽ കൂടുതൽ. ഫോർ എക്സാമ്പിൾ മെഷീനറി. നമ്മളൊരു മെഷീൻ വാങ്ങിക്കുന്നത് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനാണോ? അല്ല, വർഷങ്ങളോളം ഉപയോഗിക്കാനാണ്. കേടാവല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോ ഫിക്സഡ് അസറ്റ്സ് ആർ അസറ്റ്സ് വിച്ച് പ്രൊവൈഡ് ബെനിഫിറ്റ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലഘട്ടത്തിലേക്കാണ് നമുക്ക് ബെനിഫിറ്റ് നൽകുന്നത്. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ബിൽഡിംഗ്, മെഷീനറി. ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഓലയും കൊണ്ട് പണിയില്ല. ഇപ്പോ എന്താണ് കുറെ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റലൊക്കെ ഇട്ടാണ് പണിയുന്നത്. ഡിഫൈൻ കറന്റ് അസറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കറന്റ് അസറ്റ്? കറന്റ് അസറ്റ്സ് ആർ ദ അസറ്റ്സ് വിച്ച് പ്രൊവൈഡ് ദ ബെനിഫിറ്റ് ഓഫ് പീരിയഡ് ലെസ് ദാൻ 1 ഇയർ. കറന്റ് അസറ്റ് 1 ഇയറിന് താഴെയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് 1 ഇയറിന് മീതെയാണ്. ക്ലിയർ? കറന്റ് അസറ്റിന് എക്സാമ്പിൾ നോക്കാം. സ്റ്റോക്ക്. നമ്മുടെ സാധനങ്ങൾ ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് ഒരു വർഷത്തേക്ക് നമ്മുടെ സാധനങ്ങൾ. ഇപ്പൊ പപ്പടം നമ്മൾ ഒരു വർഷത്തേക്കാണ് വാങ്ങിച്ചു വെക്കണം. അല്ല, പപ്പടമൊക്കെ ചീത്തായി പോകും. ശരിയാണോ? ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. അവർക്ക് നമ്മൾ ഒരു വർഷം കാലാവധി ഒന്നും കൊടുക്കില്ല. മാക്സിമം പോയാൽ 3-4 മാസം. ഓക്കെ. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന ടേമിന് പ്രത്യേകതയുണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതാണ് എന്താണ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓടിപ്പോയി ക്യാഷ് ബാങ്കിൽ നിന്ന് എടുക്കാം. ബിൽസ് റിസീവ്, ബില്ല് ബാങ്കിൽ കൊണ്ടേ കൊടുത്താൽ അപ്പൊ തന്നെ നമുക്ക് എന്താണ് ക്യാഷ് കിട്ടും. ബിൽസ് റിസീവ്, ഇതൊക്കെ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നത്. അതിനാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ടേം ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി നമുക്ക് എന്താണ് അത് ഉൾപ്പെടുത്തേണ്ടത് വരും നമ്മുടെ ബിസിനസ് അക്കൗണ്ട്സിൽ. ബട്ട് അത് നമ്മുടെ അസറ്റ് അല്ല, അത് ജസ്റ്റ് എന്താണ് ഒരു എക്സ്പെൻസ് ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പറമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന പൈസ, അതുപോലെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരും. അതാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. അല്ലെങ്കിൽ നമ്മൾ ഷെയർ വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ലോസസ്, അതൊക്കെ എന്താണ് നമ്മൾ അതിന്റെ അസറ്റ് ആയിട്ട് പരിഗണിക്കും. Fictitious assets are the assets which are actually not assets but represent the deferred expenses and losses. നിങ്ങൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു ടേം പഠിക്കും. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ നമുക്ക് ഈ വർഷം തിരിച്ചു കിട്ടില്ല, വർഷങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെലവാക്കുന്നത് ഒത്തിരി എക്സ്പെൻസ് ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അത് നമ്മുടെ അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിഗണിച്ച് പതുക്കെ നമ്മൾ എന്താണ് ബിസിനസ് നേടിയെടുക്കും. അതാണ് ഡിഫേർഡ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് 2 എക്സാമ്പിൾ നോക്കാം. ഒന്ന് പ്രിലിമിനറി എക്സ്പെൻസസ്, 2 ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. എക്സ്പ്ലെയിൻ ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതുമായിട്ടുള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. Tangible assets are the assets that have physical existence, can be touched and seen. ഇപ്പൊ മെഷീനറി, നമുക്ക് മെഷീനറി കാണാം, കമ്പ്യൂട്ടർ നമുക്ക് കാണാം, 2 വീലർ നമുക്ക് കാണാം. ഇതൊക്കെ എന്താണ് ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഫർണിച്ചർ, മെഷീനറി. ഓക്കെ. ഡിഫൈൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഡിഫൈൻഡ് ആസ് an asset which does not have physical existence. നമ്മൾ ഗുഡ് വിൽ പറഞ്ഞു, പേറ്റന്റ് പറഞ്ഞു, കോപ്പി റൈറ്റിംഗ് പറഞ്ഞു. ഇതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ് വില്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഡിഫൈൻ ദ ടേം ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്താണ്? ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള തുകയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ്, കടബാധ്യത, ഓർ ഡെബിറ്റ്സ്. എന്താ ഒബ്ലിഗേഷൻസ്, ബാധ്യത, അല്ലെങ്കിൽ എന്താണ് കടം. ടു ബി പെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ബൈ ആൻ എന്റർപ്രൈസ്. ഭാവിയിൽ ഒരു സ്ഥാപനം കൊടുക്കേണ്ടി വരുന്ന തുക,
അതിന്റെ ബാധ്യത, കടം, അതാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ടു ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ്? നമുക്ക് അസറ്റ് പറഞ്ഞ പോലെ ലയബിലിറ്റീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ടൈം ലയബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. ലോങ് ടൈമും ഷോർട്ട് ടൈം. ഡിഫൈൻ ലോങ് ടൈം ലയബിലിറ്റീസ്. എന്താണ് ഈ ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ലോങ് ടൈം ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് പേയബിൾ ഓവർ ലോങ് പീരീഡ്. അത് നമുക്ക് പെട്ടെന്നൊന്നും കൊടുത്തു തീർക്കണ്ട, നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നമ്മൾ 15 വർഷത്തേക്ക് ഒരു മാരേജ് ലോൺ എടുത്തു, അല്ലെങ്കിൽ 8 വർഷത്തേക്ക് ഒരു മാരേജ് ലോൺ എടുത്തു, 8 വർഷം കൊണ്ട് അടച്ചാൽ മതി. അത് ലോങ് ടൈം ലയബിലിറ്റി ആണ്. കിട്ടിയോ? മെൻഷൻ 2 എക്സാമ്പിൾസ് ഓഫ് ലോങ് ടൈം ലയബിലിറ്റീസ്. ലോൺ ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ഡെബഞ്ചേഴ്സ്. ഡെബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ. ഇപ്പൊ നമ്മുടെ സ്ഥാപനം എന്ത് ചെയ്യുന്ന ഒരു പേപ്പർ ഇറക്കുന്നു, ഡിബഞ്ചർ എന്ന് പറയുന്ന പേപ്പർ ഇറക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നു. ഇതിന് 1 ലക്ഷം വരാൻ പോകും. അപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് തരും. നമ്മൾ ഹാപ്പിയായി. ഹാപ്പി ആയിട്ട് അയാൾക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യണം? പലിശ കൊടുത്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? എന്ന് നമ്മൾ ഈ പൈസ കൊടുത്ത് ആ പേപ്പർ തിരിച്ചു വാങ്ങിക്കണം, അന്ന് വരെ കൊടുക്കേണ്ടി വരും. അതാണ് ഡിബഞ്ചർ. ഓക്കെ. ഡിഫൈൻ ഷോർട്ട് ടൈം ഓർ കറന്റ് ലയബിലിറ്റീസ്. എന്താണ് കറന്റ്? Short term or current liabilities are the liabilities which are payable within a short period, that is less than 1 year. ഒരു വർഷത്തിൽ താഴെ മാത്രം കാലം കൊണ്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ് എന്താണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. ഇപ്പൊ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു, ബാങ്കിൽ നിന്ന് പൈസ എടുത്തു, കൂടുതൽ പൈസ എടുത്തു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അസറ്റിന്റെ കൂട്ടത്തിൽ. ഒന്നുകൂടി പറയാം. ബാങ്കിൽ 10,000 രൂപയുള്ളൂ, നമുക്ക് എന്താണ് ഒരു 2,000 രൂപ എക്സ്ട്രാ വേണം. അപ്പൊ 12,000 രൂപ നമ്മൾ എടുത്തു. ആ 2,000 രൂപ എക്സ്ട്രാ എടുത്തത് ബാങ്ക് ഓടിയാണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത് ബാങ്ക് എല്ലാവർക്കും അലോ ചെയ്യില്ല, ബിസിനസ്സുകാർക്ക് മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പൊ ആ 2,000 രൂപ എക്സ്ട്രാ എടുത്തത് ബാങ്ക് ഓടിയാണ് നമ്മൾ കൊടുത്തു തീർക്കേണ്ടത്. ഒരു വർഷം സമയം തരില്ല അവർ, ഒരാഴ്ച 2 ആഴ്ച മാക്സിമം 1 മാസം. അപ്പൊ അതിനുള്ളിൽ നമ്മളത് കൊടുത്തു തീർക്കണം. Give 2 examples of short term liabilities. ഷോർട്ട് ടൈം ലയബിലിറ്റീസിന് 2 എക്സാമ്പിൾ പറയാം. അത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. സോറി, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ക്രെഡിറ്റേഴ്സ് അറിയാലോ, നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ടുണ്ടാവും, വിൽക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അവരാണ് ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ, നമുക്ക് ബില്ല് കിട്ടാനുള്ളത് പോലെ നമ്മൾ ബില്ല് കൊടുക്കാനുണ്ടാവും 3 മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ്, അതാണ് ബിൽസ് പേയബിൾ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് അസറ്റുകൾ. ഓക്കെ, അതൊക്കെ എന്താണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ്. ഓക്കെ. വാട്ട് ഈസ് മീൻ ബൈ എക്സ്റ്റേണൽ ലയബിലിറ്റീസ്? അപ്പോൾ 2 തരത്തിലുള്ള ലയബിലിറ്റി വേറെ ഉണ്ട്. എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ. നമ്മൾ അകത്ത് കൊടുക്കേണ്ടതും പുറത്ത് കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായി? നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരന് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല 2 മാസം സാലറി, അത് ഇന്റേണൽ ലയബിലിറ്റി ആണ്. മനസ്സിലാവുന്നത്? എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് കൊടുക്കാനുള്ള. നോക്കാം. External liabilities means the liabilities that our enterprise has to pay to the outsiders. Outsiders കൊടുക്കേണ്ടതാണ് എന്താ external liabilities എന്ന് ഉദ്ദേശിക്കുന്നത്. That is the group of person external to the business enterprise. ബിസിനസ് സ്ഥാപനത്തിന്റെ പുറത്തുള്ളവർക്ക്. Okay. Give 2 example of external liabilities: bills payable, trade creditors. Bills payable, trade creditors. Okay. What is mean by internal liabilities? Internal liabilities are the liabilities payable to group of person internal to the business enterprises. What do you mean by internal? അകത്ത്. അപ്പോൾ അകത്തുള്ളവരാരൊക്കെയാണ്? ഓണേഴ്സിന് പൈസ കൊടുക്കണം, എംപ്ലോയീസിന് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് എന്താ ഇന്റേണൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഗിവ് 2 items ഓഫ് ഇന്റേണൽ ലയബിലിറ്റീസ്. ക്യാപിറ്റൽ. ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട തുക എന്താണ്? ക്യാപിറ്റൽ ആണ്. അതിന്റെ ഇൻട്രസ്റ്റ് ഇതൊക്കെ ഓണർക്ക് കൊടുക്കുന്നതാ. റിസർവ്സ്. റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാഭത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പോർഷൻ ആണ് റിസർവ് എന്ന് പറയുന്നത്. ഈ റിസർവും ഈ പറഞ്ഞ ഓണേഴ്സിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മനസ്സിലായോ? വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ? എന്താണ് സർ ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം. ബിസിനസ്സിലേക്ക് ഓണർ മുടക്കുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതെന്റെ ക്യാപിറ്റലാണ്. എന്റെ കൂട്ടുകാരൻ 2 ലക്ഷം രൂപ തരാനില്ലാത്തത് കൊണ്ട് 1 ലക്ഷം രൂപ തന്നിട്ട് 1 ലക്ഷം രൂപയുടെ അവന്റെ കാർ എനിക്ക് തന്നു. അപ്പൊ അതും ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോ പൈസ രൂപത്തിൽ മാത്രമാവണമെന്നില്ല. ബിൽഡിങ്ങോ മെഷീനറിയോ ലാൻഡോ ഏതെങ്കിലും എന്താണ് അസറ്റോ വെച്ചിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എനിവേ, ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ എമൗണ്ട്, ആ വാല്യൂ, ഓണർ മുടക്കുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ. ഇറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസ്, പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭം ഉണ്ടായാൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യും, അപ്പൊ ക്യാപിറ്റൽ കൂടും. നഷ്ടം ഉണ്ടായാൽ ക്യാപിറ്റലിൽ കുറയ്ക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ബിസിനസിന്റെ ഓണർ എന്തെങ്കിലും ബിസിനസ്സിന് എടുത്തുകൊണ്ട് പോയാൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. ക്ലിയർ ആണോ? ഓക്കെ. വാട്ട് ഈസ് മീൻ ബൈ ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് ഇൻക്ലൂഡ് ദ ക്യാഷ് ഓർ വാല്യൂ ഓഫ് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഇപ്പൊ എനിക്കൊരു തുണിക്കടയുണ്ട്,
അപ്പൊ എനിക്കൊരു ഷർട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് തുണിക്കടയിൽ പോയി വാങ്ങിക്കോ? ഇല്ല, എന്റെ കടയിൽ തന്നെ ഞാൻ ഒരു ഷർട്ട് എടുത്തു, ഒരു 600 രൂപയുടെ ഷർട്ട് എടുത്തു. അപ്പൊ 600 രൂപ എന്റെ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. അത് ഡ്രോയിങ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്റെ കടയിൽ നിന്നും എന്താണ് 600 രൂപയുടെ ഷർട്ട് എടുക്കാം, അല്ലെങ്കിൽ 600 രൂപ എടുക്കാം. രണ്ട് കേസ് ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. രണ്ട് കേസ് ഉണ്ട്. ഒന്ന്, എനിക്ക് ക്യാഷ് എടുക്കാം. ഞാൻ 600 രൂപ എന്റെ സ്ഥാപനത്തിൽ ഒരു 600 രൂപ എന്ന് പറയും ക്യാഷ് എടുത്തു, അല്ലെങ്കിൽ 600 രൂപയുടെ ഷർട്ട് എടുത്തു. മനസ്സിലായ? ഷർട്ട് എടുത്തു. ഞാൻ ഷർട്ടാണ് എടുക്കണമെങ്കിൽ അത് പർച്ചേസിൽ നിന്ന് കുറയും. ഞാൻ 600 രൂപ എടുക്കണമെങ്കിൽ അത് ക്യാഷിൽ നിന്ന് കുറയും. എനിവേ ഇത് രണ്ടും എവിടെ നിന്ന് കുറയും? ക്യാപിറ്റലിൽ നിന്ന് കുറയും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? യെസ്. വാട്ട് ഈസ് മീൻ ബൈ പർച്ചേസസ്? എന്താണ് പർച്ചേസ് എന്ന് പറയുന്നത്? ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. എന്തിനാണ്? വിൽക്കാൻ വേണ്ടിയിട്ട്. വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസസ് എന്ന് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മളിപ്പോ മെഷീനറി വാങ്ങിച്ചാലും മെഷീനറി പർച്ചേസ് എന്ന് പറയും. പക്ഷെ അതൊരിക്കലും പർച്ചേസ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതുക. പർച്ചേസസ് മീൻസ് procurement of goods either for sale or for processing and then sales. നമ്മൾ ഗുഡ്സ് ശേഖരിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നില്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സിങ്, നമ്മളത് എന്താണ് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് പ്രോസസ് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ചേർത്ത് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും വിൽക്കുക, അല്ലെങ്കിൽ രണ്ട് മിക്സ് ചെയ്തതിനു ശേഷമായിരിക്കും വിൽക്കുക. ഓക്കെ, സോ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സെയിൽസ്? വെരി ഈസി ക്വസ്റ്റ്യൻ. സെയിൽസ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ടു കസ്റ്റമർ. ഇന്നലെ വരെ എന്റെ ആയിരുന്നു ഈ പറയുന്ന ഗുഡ് എന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ കടയിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, അത് എന്റെയാണ്. ഒരാൾ വന്നിട്ട് അത് എന്താണ് 200 രൂപ വന്നിട്ട് അത് വാങ്ങിച്ചു. അപ്പോ അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ഓണർഷിപ്പ് ഞാൻ അയാൾക്ക് കൊടുക്കണം. അയാൾ അത് വാങ്ങിച്ചിട്ട് റോട്ടിൽ കൊണ്ട് ഇങ്ങനെ കമത്തി കളഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. മനസ്സിലായോ? അയാൾ നേരെ വലിച്ചെറിഞ്ഞു. ഒന്നും പറയാനില്ല, കാരണം അത് അയാളുടെയാണ്. അപ്പോ ഓണർഷിപ്പ് അയാൾക്ക് കൊടുക്കുക. സെയിൽസ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് അത് കൊടുക്കുക, ഓണർഷിപ്പ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കത് വേറെ ആരാണെങ്കിലും പഠിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഈ വിവരങ്ങൾ. കാരണം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു, പൈസ വാങ്ങിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വന്തമായ ആ വിവരം, നിങ്ങളുടെ നോളജ് നിങ്ങളുടെ തലച്ചോറിലിരിക്കുകയാണ്, ആർക്കും കണ്ടുകൊണ്ടുപോകാനും പറ്റില്ല. മനസ്സിലായോ? സോ അവിടെ നമ്മളൊരു സെയിൽ നടന്നു, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. സർവീസ് ആണ് അവിടെ, നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പ്രോഡക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ. Define stock. Stock refers to the amount of goods which remain unsold or unused on a particular date. അതായത് നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് വിൽക്കാതെ, അതാണ് അൺസോൾഡ്. അൺയൂസ്ഡ്, പൊട്ടിക്കാതെ. നമ്മൾ സ്പ്രേ വാങ്ങിക്കാൻ ചിലപ്പോൾ പൊട്ടിച്ച് പകുതി നമ്മൾ വാങ്ങിക്കോ? ഇല്ല. സോപ്പ് പൊട്ടിച്ചത് വാങ്ങിക്കോ? ഇല്ല. അൺയൂസ്ഡ്, അൺസോൾഡ്, കണ്ടാ, വിച്ച് റിമെയിൻ അൺസോൾഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. അപ്പൊ നമ്മൾ മാർച്ച് 31 തീയതി വരെ സാധാരണ നമ്മൾ നോക്കും. 31 തീയതി വരെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് വിൽക്കാതിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഏപ്രിൽ 1 തീയതി പിറ്റേ വർഷം ആരംഭിക്കുമ്പോൾ എന്തൊക്കെ ബാക്കിയുണ്ടോ അത് ഓപ്പണിംഗ് സ്റ്റോക്ക്. നിലവിൽ നമ്മളൊരു ഡേറ്റിൽ എന്ത് ബാക്കിയുണ്ടോ അത് സ്റ്റോക്ക്. ഓക്കെ. What is closing stock? Closing stock means value of unsold stock of goods on the last day of the year. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ഇയർ അറിയാം. അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ 2018 അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1 2018. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഈ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. മാർച്ച് 31 2019 അവസാനിക്കുക. മാർച്ച് 31 2019 ക്ലോസിംഗ് നമ്മുടെ ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുക. അപ്പൊ അന്ന് നിലവിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ക്ലിയർ? What is meant by revenues? Revenues are the amounts earned by the business activities. Business activitiesന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് റവന്യൂസ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. What is meant by receipts? Receipts are amount received during an accounting year by the business enterprise. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു ബിസിനസ് എന്റർപ്രൈസസിന് കിട്ടുന്ന എന്താണ് എല്ലാ എമൗണ്ടുകളെയും നമുക്ക് എന്ത് പറയാം, റെസിപ്റ്റ്സ് എന്ന് പറയാം. വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് തിരിച്ചു വരാം. സെയിൽ ഓഫ് ഫിക്സ്ഡ് റെസിപ്റ്റ്. നമ്മൾ ഒരു ഫിക്സ്ഡ് റെസിപ്റ്റ് വിറ്റു, നമ്മുടെ മെഷീനറി വിറ്റു, ഇഷ്യൂ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. നമ്മളൊരു മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. നമ്മൾ എന്താ വിറ്റത്? അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ക്യാപിറ്റൽ റെസിപ്റ്റ്. നോക്കാം. Capital receipts are the receipts which do not arise out of a regular activity,
സാധാരണ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി അല്ല നമ്മുടെ മെഷീനറി വിൽക്കുക എന്നുള്ളത്. മെഷീനറി നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഫർണിച്ചർ നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അതൊന്നും വിൽക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ഗുഡ്സ് വിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്തോ മെഷീനറി കംപ്ലൈന്റ് ആയി തുടങ്ങി, അപ്പൊ അത് വിറ്റ് വേറെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടിയ വിലക്ക് നമ്മൾ വിറ്റു. So it is not a part of regular activity of business, but out of some cash or non-recurring transaction. Non-recurring എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തൊരു ട്രാൻസാക്ഷൻ ആണ് മെഷീനറി. എല്ലാ ദിവസവും മെഷീനറി വിൽക്കില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ മാറി പുതിയത് വാങ്ങിക്കാൻ പോകുമ്പോൾ അത് വിൽക്കും. അല്ലാണ്ട് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ വിൽക്കില്ല. ഓക്കെ, കമ്പ്യൂട്ടർ വിൽക്കുന്ന സ്ഥാപനമാണെങ്കിൽ വിൽക്കും, നിങ്ങൾ വിൽക്കില്ല. ക്ലിയർ? What is meant by revenue receipt? Revenue receipt, നമുക്ക് എക്സാമ്പിൾ നോക്കാം. Give 2 examples of revenue receipt, sales, commission. എന്താണ് revenue receipt? നമ്മൾ ഡെയിലി റെഗുലർ ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് revenue receipts. Revenue receipts are the receipts which arise out of regular business operations. That's very important term. Regular business operations. സാധാരണ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ സാധനം വിൽക്കുന്നു, കിട്ടുന്നു, വിൽക്കുന്നു, പൈസ കിട്ടും. അതിനെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. What is meant by expense? അങ്ങനെ എന്താണ് സാർ expenses? Expense are the costs incurred by a business in the process of earning revenue. ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി, വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ചെലവാക്കുന്നു, അതിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഡിഫൈൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് ഓഫ് മെഷീനറി. നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു. വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ മെഷീനറി. ആ മെഷീനറി കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യാനാണ്, അവിടെ ഫിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കും. മെഷീനറിയുടെ ഇൻസ്റ്റാൾമെന്റ് ചാർജ് ആണ്, ഇൻസ്റ്റാളേഷൻ ചാർജ് ആണ്, അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് ആണ്. ഇതൊക്കെ മെഷീനറിയിൽ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ കുറച്ച് പൈസ ചെലവാക്കിയില്ല. എന്തിനാണ്? ഈ മെഷീനറി ഭാവിയിൽ കുറെ കാലം ഉപയോഗിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കും. ഇതിപ്പോ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ വാങ്ങിക്കുന്നതെങ്കിൽ എന്തിനാണ് നമ്മുടെ ലക്ഷ്യം? ഇത് ഉപയോഗിച്ച് നമ്മൾ കുറെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ലാഭം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ ബി ഡിഫൈൻഡ് ആസ് എൻ എക്സ്പെൻഡിച്ചർ. ഇതൊരു ചെലവാണ് which has been incurred for the purpose of providing long term benefits for the business. ബിസിനസിനെ ഭാവിയിൽ കുറെ കാലം എന്താണ് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ മുടക്കുന്ന പൈസയാണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഡിഫൈൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മെൻഷൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിൽക്കുമ്പോഴോ സെല്ലിംഗ് എക്സ്പെൻസുകൾ നമുക്ക് ചെലവാക്കുന്ന പൈസയാണ് എന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണോ? So revenue expenditure may be defined as an expenditure which is incurred for day-to-day running of the business and maintenance of capital assets. ഡെയിലി കാര്യങ്ങൾ നടക്കണം. അപ്പൊ നമുക്ക് സെല്ലിംഗ് നടത്തണം, വിൽക്കണം, നമ്മുടെ സാധനങ്ങൾ വിൽക്കണം, നമ്മൾ പരസ്യം ചെയ്യും, അതിന്റെ മുന്നിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്യും, ചിലപ്പോൾ അതിനുവേണ്ടി പൈസ എക്സ്ട്രാ മുടക്കും. മനസ്സിലായി? ഇപ്പൊ ക്രിസ്മസ് വരുന്നു, ഇപ്പൊ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ അവിടെ മുടക്കിയിട്ട് എന്തിനാ? ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ, സെയിൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ റവന്യൂ നേടാൻ വേണ്ടി ഡേ ടു ഡേ ബിസിനസ് ഒന്ന് റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ചെലവാക്കുന്ന പൈസയാണ് എന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? അത് വളരെ ഇമ്പോർട്ടന്റ് ടൈമാണ്. മേ ബി എക്സാം ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരസ്യത്തിന് വേണ്ടി ചെലവാക്കിയ പൈസ ഒരിക്കലും നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. അത് ഭാവിയിൽ കുറെ കാലം കഴിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ അമിതാഭ് ബച്ചൻ പരസ്യം 1 കോടി രൂപ കൊടുക്കുന്നതായിരിക്കും. ഈ 1 കോടി രൂപ നാളെ തന്നെ കിട്ടുമോ? ഇല്ല, അത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുള്ളൂ. അത്തരം എക്സ്പെൻസ് ആണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Deferred revenue expenditure means a significant expenditure, the benefit of which is not exhausted in the year and it is incurred and is extended to future years. And future years, ഭാവിയിലേക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. ക്ലിയർ? Give any 2 examples of deferred revenue expenditure. Preliminary expenses, brokerage on issue of shares and debentures. Okay. Define profit or income. ലാഭവും ഇൻകം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ പോയിന്റിലൊക്കെ. പ്രോഫിറ്റ് ഈസ് എക്സസ് ഓഫ് റവന്യൂ ഓഫ് പീരീഡ് ഓഫ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ്. നമ്മൾ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ്, അതാണ് എന്ത് പ്രോഫിറ്റ്. ഇപ്പൊ 1000 രൂപ ചെലവും 2000 രൂപ 1500 രൂപ നമുക്ക് വരവും ഉണ്ടെങ്കിൽ 1500 1000 കുറച്ച് 500 ആണ് നമ്മുടെ ഇൻകം. ഡിഫൈൻ ലോസ്. ലോസ് ഈസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂസ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ ലോസ്. What is meant by gain? Gain is a profit which arises from the events or transactions which are of non-recurring. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു അസറ്റ് വിറ്റു, അപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടി, അത് ഗെയിൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളല്ലാതെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പാർട്ട് 9. ഡിഫൈൻ ഡെപ്റ്റേഴ്സ്. എന്താണ് ഡെപ്റ്റേഴ്സ്? പല കുട്ടികൾക്കും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും തിരിഞ്ഞു പോകും. ദയവ് ചെയ്താൽ തിരിഞ്ഞു പോയി പിന്നെ അക്കൗണ്ടൻസ് മൊത്തം തെറ്റും.
ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളവർ. അവരെങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിച്ചു പോയിട്ട് അവർ പറഞ്ഞ് നാളെ തരാട്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു സന്തോഷമായി, കാരണം അവർ തരുമല്ലോ. അങ്ങനെ കിട്ടാനുള്ളതാണ് എന്ത്? ഡെപ്റ്റേഴ്സ്. തരാനുള്ളവരാണ് എന്ത്? ഡെപ്റ്റേഴ്സ്. സോ ഡെപ്റ്റേഴ്സ് ആർ ദ പേഴ്സൺ ഹു ഓ ആൻ എമൗണ്ട് ടു ദ എന്റർപ്രൈസ്. ഓ തരാനുണ്ട്, എമൗണ്ട് ടു ദി എന്റർപ്രൈസസ് ഉണ്ട്, ടു ദി എന്റർപ്രൈസസ്. നമ്മൾ സ്ഥാപനത്തിലേക്ക് പൈസ തരാനുള്ളവരാണ്. ഫോർ ഗുഡ്സ് സോൾഡ് ഒന്നും ചിലപ്പോൾ നമ്മൾ വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കണ്ടേ. ഇപ്പൊ നമ്മൾ ട്യൂഷൻ തന്നു, ട്യൂഷന്റെ ഫീസ് അടച്ചിട്ടില്ല, അതെന്താണ്? നിങ്ങൾ ഡെപ്റ്റർ ആണ്, അപ്പൊ പൈസ തരാനുള്ളവരാണ്. മനസ്സിലാവുന്നുണ്ട്? 75. ഡിഫൈൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. Creditors are the person to whom some amount is payable by the enterprise for goods and services purchased on credit. Creditors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപനം കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് എന്ത്? ക്രെഡിറ്റേഴ്സ്. മനസ്സിലായി? നേരെ ഡെപ്റ്റേഴ്സിന് നേരെ ഓപ്പോസിറ്റ്. അതായത് സ്ഥാപന സാധനങ്ങൾ കടം വാങ്ങിച്ചു വെക്കും, എന്നിട്ടാണ് വിൽക്കുന്നത്. ആ വിറ്റ് കിട്ടുന്ന കാശ് കിട്ടുമ്പോഴാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണെങ്കിൽ അവിടെ ബ്രെഡ് കൊണ്ടുവന്ന് വെക്കുന്നവര് 10 ദിവസത്തേക്ക് വെച്ചിട്ട് പോയി, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് 10 ദിവസത്തേക്ക് വെച്ചിട്ട് പോയി. അപ്പോ നിങ്ങൾക്ക് ആ 10 ദിവസത്തിനുള്ളിൽ വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ട്. എന്താണ്? ആ ബ്രെഡിന്റെ പൈസ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യത. സോറി. ഓക്കെ. So creditors are the person to whom amount is payable by the enterprises. Creditors എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ബിസിനസ് ടു ഹോം സം എമൗണ്ട് ഇസ് പേയബിൾ ബൈ ദ എന്റർപ്രൈസ്. എന്റർപ്രൈസ് കൊടുക്കാനുള്ളതാണ് എന്ത്? ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ബിൽ റിസീവബിൾ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബിൽ റിസീവബിൾ ഇസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് in the hand of a person who is entitled to receive the amount due on it. അതിൽ പറഞ്ഞിരിക്കുന്ന പൈസ അയാൾക്ക് കിട്ടും. Okay. What is meant by bills payable? Bills payable means a bill of exchange for a person who is liable to pay on its maturity. And സമയം എത്തുമ്പോൾ, അതിന്റെ കാലാവധി എത്തുമ്പോൾ പൈസ കൊടുക്കാൻ എന്താണ്? ബാധ്യസ്ഥനാണ്. അതാണ് എന്താണ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഡിഫറൻസ് നോക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ആള് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്. അതിനകത്തേക്ക് ബി വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയി. ഒരു 1,00,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ പൈസ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ പറഞ്ഞാൽ എ സമ്മതിക്കില്ല. എ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് നമുക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറയാം. ആർക്ക്? എയെ സംബന്ധിച്ച് അത് ബില്ല് കിട്ടാനുള്ള പൈസയാണ്. ബിയെ സംബന്ധിച്ച് ഇതിന്റെ ഒരു കോപ്പി വീട്ടിൽ കൊണ്ടുപോകും. അതിനകത്ത് ബി നോക്കുമ്പോൾ ബിക്ക് അത് കൊടുക്കാനുള്ള പൈസയാണ്. അത് ബിൽസ് പേയബിൾ. എക്കോ ബിൽസ് റിസീവബിൾ. അപ്പൊ ഒരേ ഡോക്യുമെന്റ് തന്നെ രണ്ട് സ്ഥാപനങ്ങളിൽ രണ്ട് പേരിലാണ് അറിയപ്പെടുക. കിട്ടാനുള്ള ആൾക്ക് അത് ബിൽസ് റിസീവബിളും, കൊടുക്കാനുള്ള ആൾക്ക് അത് എന്താണ്? ബിൽസ് പേയബിൾ. പിന്നീട് ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് ഇസ് ദ എമൗണ്ട് വിച്ച് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ദ എമൗണ്ട് ഡ്യൂ. നമുക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറയ്ക്കുന്ന പൈസയാണ് എന്ത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ട്രേഡ് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് മീൻസ് എ ഡിഡക്ഷൻ അലൗഡ് ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് by a trader to customers when they make purchase in large quantities. നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് 2,000 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു 1,920 രൂപ മതി, 80 രൂപ ഡിസ്കൗണ്ട്. ഇത് ട്രേഡ് ഡിസ്കൗണ്ട്. നിങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ എന്താണ്? ഒരു ഡിസ്കൗണ്ട് ആണ്. അതിനകത്ത് അവരുടെ MRP ഒക്കെ കിടപ്പുണ്ട്, ലാഭമൊക്കെ ഉണ്ട്. അതിൽ നിന്ന് അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് 1,920 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ക്യാഷ് തന്നതായിട്ട് രേഖപ്പെടുത്തും, അക്കൗണ്ടിൽ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വന്നത് അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം. കുറെ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് മീൻസ് ദ ഡിഡക്ഷൻ ദ പേയ്മെന്റ് അലൗഡ് ബൈ ട്രേഡർ ടു കസ്റ്റമേഴ്സ് വെൻ ദേ മേക്ക് പേയ്മെന്റ് വിത്തിൻ എ ഫിക്സ്ഡ് പീരിയഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആള്, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു 1,00,000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് പോയി. അയാൾ നമുക്ക് പൈസ തരാൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു 1,00,000 രൂപ വേണ്ട, 95,000 രൂപ, 5,000 രൂപ കുറച്ച് വന്നു. അപ്പൊ നമുക്ക് നഷ്ടം വന്നു. 5,000 രൂപ നമ്മൾ വാങ്ങിച്ചില്ല. അത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അത് നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ഓക്കെ. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു റിസീവ് ടൈംലി പേയ്മെന്റ്. നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ബിസിനസ് നടത്താണെങ്കിൽ 2 ഡിസ്കൗണ്ടും അറിയണം. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പേയ്മെന്റ് നടത്താൻ വേണ്ടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ സാധനങ്ങൾ കടം വാങ്ങിച്ചു കൊടുക്കും. അല്ലാണ്ട് നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കുന്നവർക്ക് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഗീവ് എനി 3 എക്സാമ്പിൾസ് ഓഫ് റവന്യൂസ്.
ഏതെങ്കിലും റവന്യൂസിന് 3 എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സെയിൽസ് റവന്യൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന പൈസ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് കിട്ടുന്ന പലിശ, ചിലപ്പോൾ ബാങ്കിൽ ഇട്ട പൈസ ഒക്കെ ആയിരിക്കാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയറിന് നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർ എല്ലാ വർഷവും പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമുക്ക് അയച്ചു തരും, അതാണ് ഡിവിഡൻഡ്. സോ നമ്മുടെ ഇപ്പോഴത്തെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1, 3 marks each. Explain 3 functions of accounting. Accounting in the functions. Following are the important objectives or purpose of accounting: maintaining records, estimating profit or loss, presenting the financial position. Maintain records. റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. എസ്റ്റിമേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭവും നഷ്ടം കണ്ടുപിടിക്കുക. പ്രസന്റിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിംഗ് ഓർ സ്റ്റേറ്റ് എനി 2 advantages of accountancy. Clear? Following are the advantages of accounting. 1, helps in ascertain the profit and financial position. Help in heading പഠിച്ചു വേണം. Asset and financial profit and financial position. ബിസിനസിന്റെ ലാഭവും ഇപ്പോഴത്തെ അവസ്ഥയും എന്താണെന്ന് കണ്ടുപിടിക്കുക. അക്കൗണ്ടിംഗ് ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിംഗ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് അത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ. വിച്ച് ഡെഫിസിറ്റ്സ് ദ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതിലൂടെ നമുക്ക് ലാഭം എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്ന് കിട്ടും. ഓക്കെ. 2, അസിസ്റ്റിംഗ് മാനേജിംഗ് ദ ബിസിനസ്. ബിസിനസിനെ മാനേജ് ചെയ്യുവാൻ, കൺട്രോൾ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കും. അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു റൺ ദ ബിസിനസ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി. ബിസിനസ് എഫിഷ്യൻലി മീൻസ് ചെലവ് കുറഞ്ഞ രീതിയിൽ, എഫക്റ്റീവ്ലി മീൻസ് കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു ശരിയായ തീരുമാനമെടുത്ത് ബിസിനസിനെ മാനേജ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കും. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. എ ബിസിനസ്മാൻ കാനോട്ട് റിമെമ്പർ ഓൾ ദ ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനും ബിസിനസ്മാനെ ഓർത്തിരിക്കാൻ പറ്റില്ല. ഹൗ സോ എവർ ഷാർപ്പ് ഹിസ് മെമ്മറി മേ ബി. എത്ര മെമ്മറി ഉള്ള ആളാണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റില്ല. Therefore, every transaction should be recorded in a black and white so that transactions are not missed out and there may not be any misappropriation. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മൾ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉദ്ദേശിക്കാമോ? എല്ലാം നമ്മൾ രേഖപ്പെടുത്തണം, ഒന്നും വിട്ടുകളയാൻ പാടില്ല എന്നർത്ഥത്തിലാണ്. ഓക്കെ. സോ ഇറ്റ് മേ നോട്ട് ബി എനി മിസ്അപ്രോപ്രിയേഷൻ. അപ്പൊ അതിന്റെ ഒന്നും മിസ്സാവില്ല, ഒരു മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4, എവിഡൻസ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതായത് നമ്മുടെ കോടതിയുടെ മുന്നിൽ ഒരു തെളിവായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. ഇത് നമ്മുടെയാണ്, അല്ലെങ്കിൽ ഇത്ര നമ്മൾ വാങ്ങിച്ചതാണ്, നമുക്ക് ഒരു തെളിവാണ് അല്ലെ. If the accounts of business are kept properly according to the principles of accounting, they can be present in the court of law as a necessary documentary evidence. Documentary evidence ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയുടെ മുന്നിൽ കാണിക്കാം. Correct payment of taxes. Accounting helps in ascertaining the tax liability of the business correctly. നികുതി അടയ്ക്കാനായിട്ട് ഗവൺമെന്റിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് അടയ്ക്കാൻ നമുക്ക് സാധിക്കും. Taxation authorities insist that accounts are maintained according to the principles of accounting. Accounting principles അനുസരിച്ചാണ് അക്കൗണ്ടിങ് ഉണ്ടാക്കിയെന്ന് ആര് നോക്കും? ടാക്സ് അതോറിറ്റീസ് നോക്കും. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫെസിലിറ്റേറ്റ് ഇന്റർ പീരിയഡ് ആൻഡ് ഇന്റർ ഫേം കമ്പാരിസൺ ടു ഡിറ്റക്ട് ദ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ് ഓഫ് ദ ബിസിനസ്. അതായത് ഇപ്പൊ നമ്മൾ 6 മാസത്തെ കണക്കെടുക്കുന്നു, പിന്നെ അതിന് മുന്നത്തെ 6 മാസത്തെ കണക്കെടുക്കുന്നു. ഈ 6 മാസത്തെ കണക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലായി നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളോ അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തേക്കാളും പെർഫോമൻസ് കുറവാണ്. എന്തുകൊണ്ടാണ്? ആ തീരുമാനങ്ങൾ എടുക്കാൻ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ. സോ ഡിഫൈൻ അക്കൗണ്ടിങ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ദ ഇവന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നാച്ചർ, റെക്കോർഡിംഗ് ദം ഇൻ ജേർണൽ, ക്ലാസിഫൈങ് ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ, സമ്മറൈസ് ദം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ദ യൂസ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ടു ഓണേഴ്സ്, ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എക്സെട്ര. ഇതൊരു പ്രോസസ്സാണ്. ഏതൊക്കെയാണ് ഈവന്റുകൾ എന്ന് തിരിച്ചറിയണം. അത് ഫിനാൻഷ്യൽ നേച്ചറിലുള്ളതായിരിക്കണം. അത് ജേർണലിൽ എഴുതണം, ലെഡ്ജറിലേക്ക് മാറ്റണം, അക്കൗണ്ടിലേക്ക് മാറ്റണം, അതിനെ സമ്മറൈസ് ചെയ്യണം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം, ബാലൻസ് ഷീറ്റ് എടുക്കണം. ആ റിസൾട്ടുകൾ ഈ പറയുന്ന ഓണേഴ്സ്, ഗവൺമെന്റ്, യൂസേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന്റെ ഡെഫിനേഷൻ എഴുതണം.
According to American Institute of Certified Accountants 1941, accounting is an art of recording, classifying, and summarizing in a significant manner, and in terms of money transaction and events that are in part at least of a financial character and interpreting the result thereof. State what is end product of financial accounting. Financial accounting in the avasanam endha. The end product of financial accounting are income statement, balance sheet. Income statement or a trading account, profit loss account, balance sheet tally. Income statements, trading and or profit and loss account. An income statement that includes trading and profit loss account. Income statement, trading and profit loss account. Ascertains the financial result of a business in terms of gross or profit or loss. Gross profit and or a trading account. Gross loss and trading account. Net profit, net loss, and profit and loss account. Padichatilla, other chapter financial statement will padicam, other value chapter ana, another pathom adjustment will pade padicandana, other setting number accountancy, accounting in financial accounting. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയും. It depicts the true financial position of a business that provides recorded information like assets and liabilities of a business firm. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? Depicts the true financial position. ബിസിനസിന്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥ, ഇപ്പൊ എവിടെയാണ് ബിസിനസ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, എന്തോരം അസറ്റ് ഉണ്ട്, എന്തോരം ലൈബിലിറ്റീസ് ഉണ്ട്, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, അതൊക്കെ എന്താണ് ഷോ ചെയ്യുന്നതാണ്. To the users of accounting information like owners, creditors, investors, government investors and creditors ഒക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. എക്കണോമിക് ഈവൻസ്. അക്കൗണ്ടിങ് റിക്കവർ ഈവൻസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കണം എന്ത് അക്കൗണ്ടിങ്ങിന്റെ ഈവൻസുകൾ. Transaction should be involved transfer of exchange of monetary value between the business entity and outside. Business entity, business സ്ഥാപനവും പുറത്തുള്ളവരും തമ്മിൽ എന്താണ് പൈസയുടെ രൂപത്തിലെ കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതായിരിക്കണം. അത്തരം ട്രാൻസാക്ഷൻസിന്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ടാണ് ഇവന്റുകൾ. ആ ഇവന്റുകളൊക്കെ മോണിറ്ററി വാല്യൂ രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ആയിരിക്കണം. ഒരു ബിസിനസിന്റെ വർക്കിംഗ് കഴിഞ്ഞപ്പോൾ ഇത്ര രൂപ ലാഭം കിട്ടി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ലാഭം കിട്ടുക എന്നുള്ളത് ഒരു ഇവന്റ് ആണ്, അതിന്റെ റിസൾട്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനടുത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, സെയിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള മോണിറ്ററി രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഈവന്റുകൾ മാത്രമാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തെ, ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, നമ്മൾ ഈ ഇത്തരം ബിസിനസ് ഇവന്റുകൾ ഐഡന്റിഫൈ ചെയ്യുക, ഇത്തരം ബിസിനസ് ഇവന്റുകൾ നമ്മൾ തിരിച്ചറിയുക, അത് മെഷർ ചെയ്യുക, ദെൻ അത് റെക്കോർഡ് ചെയ്യുക, ദെൻ ആ റെക്കോർഡ് ചെയ്തതിന്റെ റിസൾട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ദ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ടു റെക്കോർഡ്, അതൊക്കെ എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് തിരിച്ചറിയുക. ക്വാണ്ടിഫൈ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിയെടുക്കുക. ഇപ്പൊ ഒരു 10 എണ്ണം 40 എണ്ണം എന്നൊക്കെ പറയില്ല, അതുപോലെ 500, 1000 എന്നൊക്കെ പറയുന്നത് പോലെ കൂട്ടിയിടുക. ടു ഫിനാൻഷ്യൽ ടേംസ്, അത് എന്താണ് ഫിനാൻഷ്യൽ ടേംസിലേക്ക് മാറ്റുക. റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് മാനർ, തോന്നിയ പോലെയല്ല, സിസ്റ്റമാറ്റിക്കലായിട്ട് സയന്റിഫിക്കലായിട്ട് ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ഡിസൈർഡ് ഇൻഫർമേഷൻ ടു വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്. ആർക്കൊക്കെയാണോ ആവശ്യം അവരുടെ താല്പര്യത്തിനനുസരിച്ച് അത് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മൂന്ന്, യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഈസ് എ കംപ്ലീറ്റ് വെൻ ഇൻഫർമേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു വേരിയസ് ഗ്രൂപ്പ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ബിസിനസ് എന്റിറ്റി. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? അത് ആർക്കാണോ ആവശ്യം അവർക്ക് അത് കൊടുത്തു കഴിയുമ്പോഴാണ്. മനസ്സിലായി? അപ്പൊ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. Question number 6. Only financial transactions are recorded in accounting. Explain. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. വിശദീകരിക്കുക. One of the important attributes of accounting is that only those transactions and events are recorded in accounting which are of financial character. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളത് മാത്രം രേഖപ്പെടുത്തിയുള്ളൂ. It means that events or transactions which can be expressed in terms of money are recorded in books of accounts. Consequently, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവന്റ്സും ട്രാൻസാക്ഷൻസും പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്നത് മാത്രമാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. Consequently, those events or transactions which cannot be explained in terms of money do not find a place in the books of accounts, though they may be very useful for the business. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നത് പൈസ രൂപത്തിൽ അല്ലാത്ത, ഫോർ എക്സാമ്പിളോട് പറയാം, ജനറൽ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ചെയർമാൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ചെയർമാൻ നല്ല ഹെൽത്തിയാണ്, ഇത് നമുക്ക് പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ രേഖപ്പെടുത്താൻ പറ്റിയ ഒരു ബുക്കും അക്കൗണ്ടുകളും ഒന്നും അക്കൗണ്ടൻസിയിൽ ഇല്ല.
വർക്കിംഗ് കണ്ടീഷൻസ്, നല്ല കണ്ടീഷൻ, നല്ല അടിപൊളി AC റൂമാണ്, അത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. സെയിൽസ് പോളിസി, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, എന്താണ് ലേബർ മാനേജർ തമ്മിൽ നല്ല ബന്ധമാണ്, അതൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല. മാനേജർ എഫിഷ്യൻസി ഒന്നും രേഖപ്പെടുത്താൻ സാധിക്കില്ല. സോ cannot be expressed in monetary terms, പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കില്ല. And hence are not recorded in the books, അതുകൊണ്ട് ബുക്കിന്റെ അകത്ത് രേഖപ്പെടുത്തില്ല. It makes accounting information more meaningful as accounting entries are supported by facts. നമ്മൾ അക്കൗണ്ടിങ് എൻട്രീസ് ഒക്കെ നമുക്ക് പ്രത്യേകം തെളിവ് വേണം, വാങ്ങിച്ചതിനും വിറ്റതിനും ഒക്കെ, പൈസ വന്നതിനൊക്കെ. അല്ലാതെ നമ്മൾ ഇതിൽ നിന്നൊരു തെളിവില്ല, ഒരു പ്രൂഫ് ഇല്ല, ഒരാളുടെ കഴിവ് നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താൻ പറ്റില്ല. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആർ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് ആൻഡ് വിംസ് ഓഫ് ദ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രൂഫ്, ഒരു എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം അക്കൗണ്ടൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ട് രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത്. List any 5 users who have indirect interest in the accounting. അക്കൗണ്ടിങ്ങിൽ നേരിട്ട് താല്പര്യമില്ലാത്ത 5 പേരെ എന്താണ് നമ്മൾ ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, the 5 users who have indirect interest in the accounting are given below: trade associations, labor unions, customers, stock exchanges, tax authorities. State the nature of accounting information required by long-term lenders. നമുക്ക് ഒരുപാട് പൈസ കുറേ കാലഘട്ടത്തേക്ക് തരുന്ന ഒരു ബാങ്ക്, അവർക്കൊക്കെ എന്ത് ആവശ്യമാണ് നമ്മുടെ ഇന്ന് വേണ്ടത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ ലോങ് ടേം ലെൻഡേഴ്സ് ആർ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. നമ്മൾ കൊടുക്കുന്ന, നമുക്ക് തരുന്ന പൈസ നമുക്ക് തിരിച്ചടക്കാൻ കഴിവുണ്ടോ? പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ ലാഭമുള്ള ബിസിനസ് ആണ്. ലിക്വിഡിറ്റി, പെട്ടെന്ന് പൈസ ആക്കാൻ പറ്റുന്ന ലിക്വിഡ് അസറ്റുകൾ നമുക്കുണ്ടോ? ഓപ്പറേഷണൽ എഫിഷ്യൻസി, നിങ്ങൾ എന്താണ് വരവിനേക്കാൾ കുറിച്ച് ചെലവാക്കുന്നവരാണോ? അല്ല, അത് നിങ്ങൾ കുറഞ്ഞ ചെലവിൽ മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ? പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദി ബിസിനസ്, ഈ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണോ അല്ലയോ? ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയിട്ടാണ് നമുക്ക് ലോൺ തരുന്നത്. Who are the external users of information? അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? External users of information are the individuals or the organization that have direct or indirect interest in the business flow. അവർക്ക് പുറത്തുള്ളവരാണ്, അവർക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ടാവും. However, are not a part of management. അവർ ഒരിക്കലും മാനേജ്മെന്റിന്റെ പാർട്ടല്ല. That's an important point. Okay, they do not have direct access to the internal data of the firm. Direct access, do not have direct access to the internal data of the firm. ഫേമിന്റെ ബിസിനസിന്റെ ഇന്റേണൽ ഡാറ്റ, അകത്തുള്ള ഡാറ്റസുമായിട്ട് യാതൊരു ഡയറക്റ്റ് ആക്സസ് അവർക്ക് ഉണ്ടാവില്ല. യൂസ് പബ്ലിഷ്ഡ് ഡാറ്റ ഓർ റിപ്പോർട്ട്സ് ലൈക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആനുവൽ റിപ്പോർട്ട്സ്, പ്രസ് റിലീസ് എക്സെട്ര. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് നേരിട്ട് ബന്ധം ഉണ്ടാവില്ല. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കാനേ അവർക്ക് പറ്റുള്ളൂ. Some examples of external users are government, tax authorities, labor union. ഇവർക്കൊന്നും നമ്മുടെ ബിസിനസ്സിൽ അകത്ത് പരിശോധിക്കാൻ പറ്റില്ല. ഇവര് നമ്മൾ കൊടുത്ത അക്കൗണ്ട്സ് ശരിയാണെന്ന് മാത്രം പരിശോധിക്കുക, അല്ലാതെ നമ്മളുടെ ബിസിനസ് നടക്കുന്ന സമയത്തൊന്നും അവരുണ്ടാവില്ല. ഓക്കെ, accounting information should be comparable. Do you agree with this statement? Give 2 reasons. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിങ് ഈ വർഷത്തെ അക്കൗണ്ടിങ് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ബിസിനസ്സിൽ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്തത് ആ മെത്തേഡ് തന്നെ ഈ വർഷം ഫോളോ ചെയ്യണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തേക്കാളും ബെറ്റർ ആണോ അതോ താന്നുപോയോ എന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. Accounting information should be comparable because of the following reasons. Comparable accounting information helps in inter-firm comparison. ഇപ്പൊ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഒത്തിരി ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ആ ബ്രാഞ്ചുകളുടെ അക്കൗണ്ടിങ് പരസ്പരം നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏത് ബ്രാഞ്ചാണ് ബെറ്റർ എന്ന് അറിയാൻ പറ്റും. This helps in assessing viability and advantage of various policies adopted by different firms. അതായത് നമ്മുടെ ഡിഫറെന്റ് ഫേംസുകൾ അവരെ അഡോപ്റ്റ് ചെയ്ത പോളിസികളുടെ എന്താണ് അഡ്വാൻറ്റേജ്, ഗുണം എന്താണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങും നമ്മുടെ അതേ ബിസിനസ് നടത്തുന്ന വേറൊരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പോളിസിയും നമ്മുടെ പോളിസിയും തമ്മിലുള്ള അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, it is also helps in intra-firm comparisons that help in determining the changes and also to ascertain the result of various policies and plans adopted in different time period. It also helps in intra-firm comparisons. Intra-firm comparisons that help determine the changes, also ascertain the result of various policies and plans adopted in different time periods. Okay, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ, ഇത് നമ്മൾ പുറത്താണ്, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്രാഞ്ചുകൾ, ഇത് പുറത്തുള്ളവർ തമ്മിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത്.
സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിനുള്ള ബ്രാഞ്ചുകളോ ഡിപ്പാർട്ട്മെന്റുകളോ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. This also help you figure out errors. എന്തെങ്കിലും തെറ്റുകൊണ്ട് കണ്ടെത്താൻ പറ്റും. Ascertain growth and assist the management planning. പ്ലാനിങ്ങിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. Enumerate informational needs of management. മാനേജ്മെന്റിന് എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ്ങിന് വേണ്ടത്? Assist in decision making and business planning. ബിസിനസ് പ്ലാനിങ്ങിൽ എന്താണ് അക്കൗണ്ടിങ് അസിസ്റ്റ് ചെയ്യും. Prepare reports related to fund, cost and profit to assess the soundness of the business. Soundness of ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിനെക്കുറിച്ച് ബിസിനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിവുണ്ടോ, അത് ബിസിനസിന്റെ ഫണ്ടുകൾ എന്തൊക്കെയാണ്, ചെലവുകൾ എന്തൊക്കെയാണ്, ലാഭം ഉണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കും. കമ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രാ ഫിം കമ്പാരിസൺ ആൻഡ് അതർ സിമിലർ ഫിംസ്. ഇന്റർ ഫിം കമ്പാരിസൺ. ഇൻട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനകത്ത്, ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന് പുറത്തുള്ള ഇതേ ബിസിനസ് ചെയ്യുന്ന അവരുടെ അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നമ്പർ 12. If the accounting information is not clearly presented, which of the qualitative characteristics of the accounting information is violated? നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വയലേറ്റ് ചെയ്യുന്നത്? If the accounting information is not clearly presented, then the qualitative characteristics like comparability, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, reliability and understandability. Reliability എന്ന് പറഞ്ഞാൽ സത്യസന്ധമല്ല, understandability and violated. This is because if the accounting information is not clearly presented, then meaningful comparison may not be possible. നമുക്ക് നന്നായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? As the data is not trusted, നമുക്ക് ഡാറ്റ വിശ്വസിക്കാൻ പറ്റില്ല. It's may lead to faulty conclusion. അപ്പൊ അതിന്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി വരും. അതായത് നമ്മുടെ കൺക്ലൂഷൻസ്, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന എന്താണ് ഒരു തീരുമാനം തെറ്റായി പോകും. Distinguish between debtors and creditors. NCERT ചോദിച്ച ക്വസ്റ്റ്യൻ, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ആദ്യം മീനിങ് നോക്കാം. മീനിങ്, ഡെപ്റ്റർ എന്ന് പറഞ്ഞ പേഴ്സൺ ഓർഗനൈസ് ദാറ്റ് ആർ ലയബിൾ ടു പേ മണി ടു whom are called debtors. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്, പൈസ തരാനുള്ളവർ. ക്രെഡിറ്റേഴ്സ് പൈസ കൊടുക്കാനുള്ളവർ. നമ്മൾ ബിസിനസ്സിന് തരാനുള്ളത് ഡെപ്റ്റേഴ്സ്, ബിസിനസ് കൊടുക്കാനുള്ളത് ക്രെഡിറ്റേഴ്സ്. ഇൻ നേച്ചർ ദേ ഹാവ് ഡെബിറ്റ് ബാലൻസ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അവർക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. കാരണം എല്ലാ അസറ്റുകൾക്കും എല്ലാ എക്സ്പെൻസുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നമുക്ക് കിട്ടാനുള്ളതൊക്കെ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി ക്രെഡിറ്റേഴ്സ്, ദേ ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. ഇവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് ഈ സൈഡിലായിരിക്കും, ക്രെഡിറ്റ് സൈഡ്. ഇവരുടെ അക്കൗണ്ട് എടുത്ത് അവരുടെ ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും എടുക്കുക. മനസ്സിലായോ? ഓക്കെ. സെറ്റിൽമെന്റ്, amount due is received from them. നമുക്ക് അവരെ നിന്ന് എന്താണ് പൈസ കിട്ടണം. പേയ്മെന്റ് made to them, നമ്മൾ അവർ പൈസ കൊടുക്കണം. പേയ്മെന്റ് ഇവിടെ റിസീവ്ഡ്. ട്രീറ്റ്മെന്റ്, they are shown on the asset in the balance sheet under current asset. കറന്റ് അസറ്റിന്റെ താഴെ അസറ്റ് ആയിട്ട് കാണിക്കും. They are shown the liabilities in the balance sheet under current liability. കറന്റ് ലയബിലിറ്റീസ് താഴെ എന്താണ് ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സിനെ നമ്മൾ കാണിക്കും. That's are the difference. These are the difference. Okay. Explain the role of accounting. അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Following are the different roles of accounting. As a historical record, accounting is treated as a chronological record of financial transaction of an enterprise. നമ്മൾ ഓരോ ഡേറ്റ് വൈസ് എഴുതുന്നതുകൊണ്ട് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് അക്കൗണ്ടിങ്ങിനെ നമുക്ക് പരിഗണിക്കാം. As current economic reality, accounting is viewed as the means of determining correct income earned by the enterprise and of ascertaining correct financial position. അതായത് ഇപ്പോ എത്ര രൂപ ലാഭമുണ്ട്, ഇപ്പോ എന്താണ് ബിസിനസിന്റെ പൊസിഷൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ അക്കൗണ്ടിങ് സഹായിക്കും. As a language is means to communicate one's views and opinions. Accounting as a language communication profession related to enterprise. ബിസിനസിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ബിസിനസിന്റെ ബ്ലഡ് ആണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്. ഒരു ഭാഷയാണ്, ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിച്ചാണ് ബിസിനസിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. As an information system, accounting as an information system communicates economic information to a wide variety of industrial groups. ഒരുപാട് യൂസേഴ്സിനെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അക്കൗണ്ടിങ്. As a commodity, accounting is considered as a tool of social welfare. According to this approach, accounting information should be beneficial to the society as a whole. Accounting is considered as a tool of social welfare. Social welfare ന്റെ ഒരു ടൂൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൊസൈറ്റിക്ക് ആ അക്കൗണ്ടിങ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ആ സ്ഥാപനം എത്രത്തോളം വളരുന്നുണ്ട്, ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. മാത്രമല്ല ഈ അക്കൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് അവരോട് ഒരു ബിസിനസ് സ്ഥാപനത്തോട് ചെന്നിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇത്ര ലാഭം ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ,
ഈ സോഷ്യൽ ഇതിനു വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാമോ, അപ്പൊ അവർ തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ അക്കൗണ്ടിങ് എപ്പോഴും എന്താണ് ഒരു സോഷ്യൽ വെൽഫെയർ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ബിസിനസ് നന്നായിട്ട് പോകുന്നത് കാണുമ്പോൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നോക്കിയിട്ടാണ് സൊസൈറ്റിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, the role of accounting has changed over the period of time. Do you agree? Explain. വർഷങ്ങൾ എടുത്തപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ റോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എക്സ്പ്ലെയിൻ. റോൾ ഓഫ് അക്കൗണ്ടിങ് ഈസ് എവർ ചേഞ്ചിങ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. While in earlier times accounting was merely concerned with recording the financial events. ആദ്യമൊക്കെ അക്കൗണ്ടിങ് വിചാരിച്ചിരുന്നത് ഫിനാൻഷ്യൽ ഇവന്റ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്, റെക്കോർഡ് കീപ്പിംഗ് ആക്ടിവിറ്റി. However, nowadays, എന്നാൽ ഇപ്പോ accounting is done with the objective of not only maintaining records. ഇപ്പൊ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല ലക്ഷ്യം, but also providing an information system. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നത് that provides important and relevant information to various accounting users. ഒരുപാട് യൂസേഴ്സ്, നമ്മൾ പഠിച്ചതാണ് അക്കൗണ്ടിങ് യൂസേഴ്സ് ആരൊക്കെയാണെന്ന്, അവർക്ക് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ടാണ് അക്കൗണ്ടിങ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. The need for this changes is brought over due to the ever changing and dynamic business environment. The need for this change is brought over due to ever change. നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസിന്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്സ്, നമ്മുടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് മാറും. That is when earlier times further there was various relevant activities like decision making, forecasting, comparison and evaluation that makes these changes in the role of accounting inevitable. അതുപോലെ തന്നെ പുതിയ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പ്ലാനിങ് ചെയ്യാനും കമ്പയർ ചെയ്യാനും അതുപോലെ പെർഫോമൻസ് ഇവാലുവേഷനൊക്കെ എല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ അക്കൗണ്ടിങ് സഹായമാകുമ്പോൾ അക്കൗണ്ടിന്റെ റോൾ എന്താണ് മാറിക്കൊണ്ടിരിക്കുക. താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 11 ഫോർ ക്വസ്റ്റ്യൻ പാർട്ട് 3. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അവസാനിക്കുന്നതിൽ ഇനിയുമുണ്ട്. നമ്മളൊരു ടോപ്പിക് ആൻഡ് ഡിസ്കസ് നെക്സ്റ്റ് 2 ടോപ്പിക് കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഇത് തിയറിയാണ്, പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യാം 9747977418. താങ്ക് യു.